CPIയെ ലക്ഷ്യമിട്ട് വീണ്ടും UDF. CPMനെ തള്ളിപ്പറഞ്ഞാൽ UDFിൽ അർഹമായ പരിഗണന നൽകും. CPIയുടെ അണികളിൽ CPM ബന്ധം ഉപേക്ഷിക്കണമെന്ന നിലപാടാണ്. ഇത് നേതൃത്വം തിരിച്ചറിയണം. സപ്തകക്ഷി മന്ത്രിസഭയുടെ സമയത്ത് CPM ബന്ധം തള്ളിപ്പറഞ്ഞ മുൻ നേതാക്കളെ CPI നേതൃത്വം ഓർക്കണം. CPIയുടെ ശക്തി അവർ തിരിച്ചറിയുന്നില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ടായാൽ UDF കയ്യും കെട്ടിയിരിക്കില്ല. CPMനെ തള്ളിപ്പറഞ്ഞ് ഇടതുമുന്നണി വിട്ടുവരുന്ന ഘടകകക്ഷികളെയെല്ലാം ഒപ്പം ചേർക്കാൻ ശ്രമമുണ്ടാകുമെന്നും MM ഹസൻ പറഞ്ഞു. ഇടതുമുന്നണിയിലെ ഈ കക്ഷികൾ അവരെ അപമാനഭാരം കൊണ്ട് തലകുലിച്ച് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർ പുറത്തേക്ക് വന്നാൽ ആശയപരമായി UDFുമായി യോജിക്കാനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിച്ച ഞങ്ങളത് പ്രയോജനപ്പെടുത്താതിരിക്കില്ല. ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്ന നിലയ്ക്ക് ഗൗരവമായിട്ട് ആലോചിക്കും. TV തോമസിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായി. പറഞ്ഞത് ഇടതുമുന്നണിയുടെ ഇടതാഴിയിൽ കിടന്ന് CPMന്റെ ചവിട്ടും ആട്ടും തുപ്പും സഹിക്കാൻ ഇനി CPI തയ്യാറല്ല, ഞങ്ങൾ ഇടതുമുന്നണിയോട് വിട പറയും. അങ്ങനെ പറഞ്ഞു പോയ ഒരു ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പാർട്ടിയാണ്. അങ്ങനെ അവർ പറഞ്ഞ് തയ്യാറായി വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്ന പാർട്ടിയാണ്. CPI സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ UDF ഗൗരവമായിട്ട് ആരും. CPI ഈ മുന്നണിയിലെ ഇടതുമുന്നണിയിലെ പ്രബല കക്ഷിയാണ്. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്ന് പറയുന്നത് പോലെ CPIക്ക് ആ മുന്നണിയിലുള്ള അവരുടെ ആദർശത്തിൽ അടിയുറച്ച അവരുടെ ശക്തി ഇപ്പോഴും അവർക്ക് ബോധ്യമില്ല. അവരത് പ്രകടിപ്പിക്കട്ടെ. പ്രകടിപ്പിക്കുമ്പോൾ ഇതിന് ഒരു പാകമാകുന്ന ഒരു സമയം വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കൈ കെട്ടിയിരിക്കില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൻപാർട്ടി മേധാവിത്വത്തിനെതിരെ, അവരുടെ അഴിമതിക്കെതിരെ, അവർ നടത്തുന്ന വർഗീയ പ്രീണനത്തിനെതിരെയൊക്കെയുള്ള ഒരു നിലപാടെടുത്ത് ഏതെങ്കിലും ഇടതു മുന്നണിയിലെ രാഷ്ട്രീയ കക്ഷി മുമ്പോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മതേതര നിലപാടിൽ അവർ പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നാൽ ഞങ്ങൾ UDFിൽ ആലോചിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെ വരുന്ന രാഷ്ട്രീയ കക്ഷികളെ, നമ്മുടെ നയങ്ങളുമായി യോജിക്കുന്നവരെ ഞങ്ങൾ അത് കൂട്ടായ ഒരു തീരുമാനം, കോൺഗ്രസിന്റെ മാത്രം അഭിപ്രായത്തിലല്ല. ഞങ്ങൾ എല്ലാ കക്ഷികളും ഈ മുന്നണിയിൽ സമന്മാരാണ്. ഞങ്ങൾ ആലോചിച്ച് ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതികരിക്കും. LDFിൽ CPI അവഗണിക്കപ്പെടുകയാണെന്ന് MM ഹസൻ പറഞ്ഞു. ADGP RSS കൂട്ടുകെട്ടിന്റെ ഇര CPI ആണ്. ADGPയെ മാറ്റി നിർത്തണമെന്ന് പറയാനുള്ള ധൈര്യം ബിനോയ് വിശ്വത്തിനില്ലെന്നും ഇടതുമുന്നണിയിലെ കരയൽ കക്ഷിയായി CPI മാറിയെന്നും ഹസൻ വിമർശിച്ചു. മുൻകാലങ്ങളിൽ ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തി അല്ലെങ്കിൽ തിരുത്തൽ കക്ഷി ഇപ്പോൾ ഇടതുമുന്നണിയിലെ കരയൽ കക്ഷിയായി അനുഭവിച്ചു എന്ന് പറഞ്ഞു. കരയുകയാണ്. വിശദീകരിക്കണം. നിങ്ങൾ എന്തിനു പോയി എന്ന ചോദ്യം ഉത്കണ്ഠയും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണോ പറയുന്നത്? ADGP ഞാൻ ചോദിച്ചത്, ADGPയെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറയാനുള്ള ഒരു മിനിമം ധൈര്യം പോലും പ്രകടിപ്പിക്കാത്ത CPIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടോ എന്നെനിക്ക് സംശയം. അതേസമയം